ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന മാത്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കൺസെപ്റ്റും ഇത് തന്നെയാണ്. സെറ്റ്, അത് കഴിഞ്ഞാൽ റിലേഷൻ, അത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ. ഇങ്ങനെ 3 കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെറ്റാണ്. സെറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു നമ്പർ ഓഫ് ഒബ്ജക്റ്റുകൾ ചേർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ സെറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റുകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നതിനാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. എവറിത്തിങ് ഇൻ യൂണിവേഴ്സ് വെദർ ലിവിങ് ഓർ നോൺ ലിവിങ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ്. ഫസ്റ്റ് നമുക്ക് ടേംസ് ആയിട്ട് റിലേറ്റ് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം, നമുക്ക് എല്ലാ ടേംസും നമുക്ക് യൂസ്ഡ് ആവണം ടേംസിനായിട്ട്. അതിന് ശേഷം കൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഈ ഒബ്ജക്റ്റുകൾ ചേർത്തിട്ട് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സെറ്റ് എന്ന് പറയാം. അതിനാണ് നമ്മൾ സെറ്റ് എന്ന് പറയാം. ഈ സെറ്റിലുള്ള ഈ ഇതിൽ ഫസ്റ്റത്തെ സെറ്റിൽ വരുന്ന എന്താ, ലെറ്റേഴ്സ് അല്ലേ? ഈ ലെറ്റേഴ്സിന് നമ്മൾ എലമെന്റ്സ് എന്നാണ് പറയാം. എന്താ പറയാ, എലമെന്റ്സ് എന്നാണ് പറയാം. ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ്. ഈ എലമെന്റ്സ്, ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് എലമെന്റ്സ് ഓഫ് ദ സെറ്റ്. സെറ്റിലുള്ള ഒബ്ജക്റ്റിന് നമ്മൾ എന്താ പറയാ, എലമെന്റ്സ് എന്നാണ് പറയാം. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഇതില് ഒരു എലമെന്റ് ആണ് ഐ എന്ന് പറയുന്നത് അല്ലെ. ഐ എന്ന് പറയുന്നത് ഇതിലൊരു എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന്റെ പേര് എന്ന് പറയുന്നത് എ അല്ലേ. അപ്പൊ എ എലമെന്റ് ഓഫ് ഐ. ഐ എന്ന് പറയുന്നത് എന്റെ എലമെന്റ് ആണെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എലമെന്റ് ആണ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, സെറ്റ് ഉണ്ടാക്കുക. ഈ സെറ്റിലുള്ള ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്, എലമെന്റ്സ് എന്നാണ് പറയാം. ഓക്കെ അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് റോസ്റ്റർ ഫോം. അതേപോലെ ഇത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ് സെറ്റ് ബിൽഡർ ഫോം. ഫസ്റ്റ് പഠിക്കാനുള്ളത് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഓഡ് നമ്പർ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേര്, ഈ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതാണ് നമ്മൾ എന്താക്കി മാറ്റുക, സെറ്റ് ആക്കിയിട്ട് മാറ്റുക. ഇതിനെ ഞാൻ സെറ്റ് ആക്കി മാറ്റുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ആഡ് ചെയ്യണേ. വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ഉണ്ടാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൂടെ എലമെന്റ് ആണ് എക്സ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ ആ എ എന്ന് പറഞ്ഞ സെറ്റിൽ എന്തൊക്കെ ആയിരിക്കും വരാം, 1 3 5 7 11 13 15. ഓക്കെ അല്ല? ഈ സ്റ്റേറ്റ്മെന്റ് അർത്ഥം എക്സ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0-ന്റെ 15-ന്റെ ഇടയിലാണ്. 0-ന്റെ 15-ന്റെ ഇടയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ സെറ്റ് എന്ന് പറയുന്നത്, ഈ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 to 15 വരെ ഞാൻ ഓഡ് നമ്പേഴ്സ് എഴുതി. ഓക്കെ അല്ല? ഈ 2 ഫോർമാറ്റിൽ എനിക്കൊരു സെറ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമ്പേഴ്സ് ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനോ സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറയാം. സെറ്റ് ബിൽഡർ ഫോം, ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ അല്ലേ? ഇതിനാണ് സെറ്റ് ബിൽഡർ എന്ന് പറയാം. ഇങ്ങനെ 2 ഫോർമാറ്റിലാണ് നമ്മൾ സെറ്റ് ഡിനോട്ട് ചെയ്യുക. ഒന്നുകിൽ സെറ്റ് ബിൽഡർ ഫോമിൽ അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എക്സിന്റെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. നമ്പേഴ്സ് ആക്കി എഴുതുന്നതിനെ നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ അടുത്ത് പറയാനുള്ളത്, സെറ്റ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എ അല്ലെങ്കിൽ ബി, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെറ്റ് ഡിനോട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഒബ്ജക്റ്റുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്നതിനാണ് സെറ്റ് എന്ന് പറയുക. സെറ്റിലുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എലമെന്റ്സ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഈ സെറ്റ് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും. റോസ്റ്റർ ഫോം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഒന്നെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ എ ഇ ഇ അതേപോലെ 2 4 ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. ഓക്കെ അല്ലെ? എക്സ് സച്ച് ദാറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയില്ലേ, ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടാണ് ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഓഡ് നമ്പർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇതിനാണ് എന്താ പറയാ, സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏത് സെറ്റ് ഓഫ് വൊവൽസ് ഇൻ ദ ആൽഫബറ്റ്.
അതാണ് അവർ ഇവിടെ എഴുതിയിട്ടുള്ള ഫസ്റ്റത്തത്. എ ദ സെറ്റ് ഓഫ് വവൽസ് ഇൻ ദ ആൽഫബറ്റ്, ദ സെറ്റ് ഓഫ് ഈവൻ നമ്പർ ബിറ്റ്വീൻ 2 and 10 ബോത്ത് ഇൻക്ലൂസീവ്. ഓക്കെ, അതാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. അതിന് അവർ എക്സ്പ്രസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ അല്ല, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2m ആൻഡ് എം ബീൻ ആൻ ഇൻഡിജർ ലൈങ് ഇൻ ഇൻഡിജർ 0 to 6. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, 0ന്റെയും 6ന്റെ ഇടയിലാണ് വരുന്നത്. അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ 2m ആണ്, എം എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. എമ്മിന്റെ വാല്യൂ വരുന്നത് 0ന്റെയും 6ന്റെ ഇടയിലാണ്. ഇപ്പൊ എമ്മിന് എന്തൊക്കെ വാല്യൂ വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം അല്ലെ. 0ന്റെയും 6ന്റെ ഇടയിൽ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നില്ല. അപ്പൊ ഈ നമ്പേഴ്സ് എമ്മിന് വരുള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ 2m ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ബി ഈക്വൽ ടു 2 into 1 2, 2 into 2 4, 3 into 2 6, 4 into 2 8, 5 into 2 10. ഇതായിരിക്കും നമ്മളുടെ സെറ്റ് വരാം. ഓക്കെ അല്ലേ. ഇതിനാണ് സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് ആണ് സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് പറയുന്നത്, ഇപ്പം എ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ സെറ്റിൽ 4 5 6 7 8 9 12 ഇങ്ങനെ ഒരു സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ വേറൊരു സെറ്റും കൂടി ഉണ്ട്, 5 8 12. ഓക്കെ, ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലുള്ള എലമെന്റ്സ് 5 8 12 എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 എലമെന്റ്സും എയിലില്ല. ഇതിലുള്ള എല്ലാ എലമെന്റ്സും എയിലില്ലേ, അല്ലെങ്കിൽ എയിലുള്ള എലമെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ ബിയിലുള്ളൂ, എയിലുള്ള എലമെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ ബിയിലുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്സെറ്റ്. ബി എന്ന് പറയുന്നത് എന്റെ സബ്സെറ്റ് ആണ്, എന്റെ സബ്സെറ്റ് ആണ് ബി എന്ന് പറയുന്നത്. അതിനെ നമ്മളൊരു ഈ ഫോർമാറ്റിലാണ് നമ്മൾ സീന്റെ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, സി കുറച്ചും കൂടി വലുതായിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സബ്സെറ്റ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഏത് ഡയറക്ഷനിലേക്ക് ഡിനോട്ട് ചെയ്താലും സെയിം തന്നെയാണ്. പക്ഷെ സബ്സെറ്റിന്റെ ഭാഗത്തേക്ക് ഓപ്പോസിറ്റ്, ഇപ്പോൾ ബി അല്ല സബ്സെറ്റ്, അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തന്നെ വരണം. ഓക്കെ അല്ലേ. ഇനിയിപ്പോ ഞാൻ ഇവിടാണ് ബി, ഇവിടാണ് എ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പോവാം. ഓക്കെ അല്ലേ. ഓക്കെ, നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടല്ലോ, അതേപോലെ തന്നെ കേട്ടോ. സബ്സെറ്റിന്റെ ഭാഗത്തേക്ക് ഈ ഭാഗം തന്നെ വരണം. സൂപ്പർ സെറ്റ്, വലിയ സെറ്റിന്റെ ഇത് സബ്സെറ്റ് ആണെങ്കിൽ ഇതിന് എന്താ പറയുക, സൂപ്പർ സെറ്റ് എന്നാണ് പറയാം. സൂപ്പർ സെറ്റിന്റെ ഭാഗത്തേക്ക് ഇത് ഓപ്പൺ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. ഇതിനാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്, സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്പർ ഓഫ് സബ്സെറ്റ്. നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2n. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റ് ചെയ്തില്ലേ, എ എന്ന് പറഞ്ഞ സെറ്റ് ചെയ്തില്ലേ, ഈ എ എന്ന് പറഞ്ഞ സെറ്റ് കൊണ്ട് എനിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണേ. ഈ എ എന്ന് പറഞ്ഞ ഇതിൽ എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, 1 2 3 4 5 6 7 എലമെന്റ്സ് ഉള്ളത്. അപ്പൊ എന്നിന് എത്ര കൊടുക്കണ്ടേ, 7 എന്നാണ് കൊടുക്കണ്ടേ. 2 സബ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് കൊണ്ട്. ഓക്കെ അല്ലേ. ഇനിയിപ്പോ എൻ്റെ കയ്യിലുള്ള എ എന്ന് പറഞ്ഞ സെറ്റില് 4ഉം 5ഉം ആണുള്ളത്. ഇതിൽ എനിക്ക് എത്ര നമ്പർ ഓഫ് സബ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 2 എലമെന്റ്സ് ഉണ്ട്, 2 ദാറ്റ് മീൻസ് 4 സബ്സെറ്റ് ആണെങ്കിൽ എ 4,5 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഏതൊക്കെ ആയിരിക്കും ആ 4 എലമെന്റ്സ്, 4 സബ്സെറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സബ്സെറ്റ് എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞിട്ട് സബ്സെറ്റ് ഉണ്ടാക്കാം. 4 മാത്രം വരുന്ന സബ്സെറ്റ് ഉണ്ടാക്കാം. അടുത്ത 5 മാത്രം വരുന്ന ഒരു സബ്സെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ 4ഉം 5ഉം വരുന്ന ഒരു സബ്സെറ്റ് ഉണ്ടാക്കാം. ഓക്കെ അല്ലെ. 4ഉം 5ഉം ഇനിയിപ്പോ 4,5 എന്ന് എഴുതുന്നു, 5,4 എന്ന് എഴുതുന്നൊക്കെ സെയിം ആട്ടോ. സബ്സെറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെ വരാം. ഓക്കെ അല്ല. ഇപ്പൊ 3. ഇനി നാലാമത്തെ സെറ്റ് എന്തായിരിക്കും, നാലാമത്തെ സെറ്റാണ് നൾ സെറ്റ്. നാലാമത്തെ സെറ്റ് എന്താണ്, നൾ സെറ്റ്. എന്താണ് നൾ സെറ്റ് എന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ സബ്സെറ്റിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ അല്ലേ. സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിലുള്ള എലമെന്റ്സ് മാത്രമാണ് അടുത്ത സെറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് അതിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ അല്ല. ഈ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n എന്ന് പറയുന്നത്. 2n എന്നാണ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സബ്സെറ്റ് കാണുന്ന സമയത്ത് എപ്പോഴും അതിൽ ആ സെറ്റ് അതേപോലെ തന്നെ വരും, റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അത് പോരാതെ ഒരു നൾ സെറ്റ് കൂടി സബ്സെറ്റിന്റെ എണ്ണത്തിൽ നമ്മൾ കൂട്ടും. ഓക്കെ അല്ലേ. ഇനി ടൈപ്സ് ഓഫ് സെറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടൈപ്സ് ഓഫ് സെറ്റ്. ഒരുപാട് ടൈപ്പ് ഓഫ് സെറ്റ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഫസ്റ്റതാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനാണ് നമ്മൾ എന്താ പറയുക, നൾ സെറ്റ് എന്ന് പറയാം. എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനാണ് നൾ സെറ്റ് എന്ന് പറയാം. നൾ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക 2 രീതിയിലാണ്.
ഈ രണ്ട് രീതിയിൽ മാത്രമേ നമ്മൾ നൾ സെറ്റ് ഡിനോട്ട് ചെയ്യുകയുള്ളൂ. ഇനി അവർ ഓപ്ഷനിൽ ചിലപ്പോൾ ഇതൊക്കെ തരും, ഇത് നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാം, ഇത് നൾ സെറ്റ് അല്ല കേട്ടോ. ഈ രണ്ട് രീതിയിൽ മാത്രമേ നമ്മൾ നൾ സെറ്റ് ഡിനോട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അവർ ഒരുപാട് ഓപ്ഷൻസ് തരും, ഇങ്ങനെ തരും, അല്ലെങ്കിൽ ഇങ്ങനെ തരും. ഇതൊന്നും എന്തല്ല, നൾ സെറ്റിന്റെ സിമ്പിൾസ് അല്ല. ഈ രണ്ട് സിമ്പിൾസ് മാത്രമേ നൾ സെറ്റിനുള്ളൂ. ഓക്കെ അല്ലേ? ഇനി കോൺസ്റ്റന്റ് സെറ്റ് ഉണ്ട്. കോൺസ്റ്റന്റ് സെറ്റ് എന്ന് പറയുന്നത് എലമെന്റ്സ് സെയിം ആയിരിക്കും, 1 ആണെന്നിട്ട് എല്ലാ എലമെന്റ്സും 1 തന്നെ ആയിരിക്കും. അതിനാണ് കോൺസ്റ്റന്റ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പറിന്റെ സെറ്റ് ഞാൻ ഉണ്ടാക്കാണ്. ഇതിന് എൻഡ് ഉണ്ടോ? ഇല്ല. എൻഡ് ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല? ഇത്രയാണ് ടൈപ്പ് ഓഫ് സെറ്റ്സിൽ പറയുന്നത്. വേറെ ഒരുപാട് ടൈപ്സ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്ര എക്സസൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നമുക്ക് ഇത്രയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. നൾ സെറ്റ്, കോൺസ്റ്റന്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ് നൾ സെറ്റ്. നോക്കി, എലമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എലമെന്റ്സ് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. അത് അതിന്റെ സബ്സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ സി എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്തിട്ട് സബ്സെറ്റിന്റെ പോയിന്റ് പറയുന്നതാണ് കേട്ടോ. സബ്സെറ്റ് എന്താണെന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഈ പോയിന്റിൽ പറയുന്നത് പ്രോപ്പർ സെറ്റ് ആണ് കേട്ടോ. പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നത് ഈ സബ്സെറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇക്വേഷൻ എക്സാമ്പിൾ പറയുന്ന സമയത്ത് പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ 4,5 ആയിരുന്നു. അതിന്റെ സബ്സെറ്റിലും എന്ത് വരും? 4,5 തന്നെ വരും. ഇങ്ങനെ എക്സാക്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ സബ്സെറ്റ് തന്നെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പ്രോപ്പർ സെറ്റ് എന്ന് പറയാം. എക്സാക്ട് അത് തന്നെ സെയിം ആയിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പ്രോപ്പർ സെറ്റ് എന്ന് പറയാം. ഓക്കെ അല്ല? ഇനി അടുത്തത് നോ പ്രോപ്പർ സെറ്റ്. പ്രോപ്പർ സെറ്റ് ഇല്ലാത്തതും സബ്സെറ്റിൽ വരും. ദാറ്റ് മീൻസ് നൾ സെറ്റ്. നൾ സെറ്റിന്റെ സിമ്പിൾ ആട്ടെ ഇത്. ഓക്കെ അല്ലേ? ഇനി ഒരു നമ്പർ മാത്രമുള്ള സെറ്റാണ്. ഇപ്പോൾ സെറ്റ് 0 മാത്രമാണ്, അല്ലെങ്കിൽ സെറ്റ് 1 മാത്രമാണ്, അല്ലെങ്കിൽ സെറ്റ് 2 മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനാണ് സിംഗിൾ ടോൺ സെറ്റ് എന്ന് പറയുന്നത്. അതിനാണ് സിംഗിൾ ടോൺ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത പഠിക്കാനുള്ളത് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള സെറ്റ്സിനാണ് നമ്മൾ ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ സെറ്റ് ആണ്. സെയിം ആയിട്ട് വരുന്ന സെറ്റിനാണ് നമ്മൾ എന്ത് പറയാ, ഈക്വൽ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഈക്വൽ സെറ്റ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആവുന്നതിനല്ല കേട്ടോ, അതിലുള്ള എലമെന്റ്സും എന്താവണം, ഈക്വൽ ആണ്. അതിലുള്ള എലമെന്റ്സും എന്തായിരിക്കണം, ഈക്വൽ ആണ്. അപ്പം മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഈക്വൽ സെറ്റ് എന്ന് പറയുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് കേട്ടോ. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. സബ്സെറ്റ്, യൂണിയൻ സെറ്റ്, ഇന്റർസെക്ഷൻ സെറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് അതിലേക്ക് പോവാം. ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെറ്റുകൾ നമ്മൾ ഇപ്പൊ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഒരു സെറ്റിന്റെ കേസാണ്. ഒരു സെറ്റ് വരുന്ന കേസുകളാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനി രണ്ട് സെറ്റുകൾ വരുന്ന കേസാണ്. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിൽ 1, 3, 5, 6 ഉണ്ട്. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിൽ 3, 5, 7. ഓക്കെ അല്ലേ? ഈ ഇന്റർസെക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആൻഡ് എന്നുള്ളൊരു അർത്ഥമായിട്ട്. ഇന്റർസെക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്. ഇതിൽ രണ്ടിലും കൂടി വരുന്നതിനാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ റാ പോലത്തെ സിമ്പിളാണ് നമ്മൾ ഇന്റർസെക്ഷന് യൂസ് ചെയ്യുക. എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. ഇതൊക്കെ കൺസെപ്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ കുറേ കൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സ്റ്റെപ്പ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആട്ടോ വരുന്നത്. പക്ഷെ കൺസെപ്റ്റ് കുറച്ച് കൂടുതലാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെ? 3ഉം 5ഉം അല്ല കോമൺ ആയിട്ട് വരുന്നത്. കോമൺ ആയിട്ട് വരുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയാം. എന്താണ്? കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനാണ് നമ്മൾ എന്ത് പറയാ, ഇന്റർസെക്ഷൻ എന്ന് പറയാം. അത് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയാം. അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാലോ, യൂണിയൻ സെറ്റ് എന്ന് പറയുന്നതോ, യൂണിയൻ സെറ്റിന് നമ്മൾ യു എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യാം. യൂണിയൻ സെറ്റ് നമ്മൾ യു എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യാം. ഇത് തന്നെ എയും ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സെറ്റ് ഉണ്ട്. ഇതേ സെയിം എലമെന്റ്സ് എന്നാണുള്ളതെന്ന് വിചാരിക്കാം.
3 5 7. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരാം? ഇതിനെ രണ്ടിനും കൂടി ഒന്നാക്കിയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ യൂണിയൻ സെറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ 1 3, പക്ഷെ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല കേട്ടോ. റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് ഒന്നാക്കി എഴുതുന്നതിനാണ് നമ്മൾ യൂണിയൻ സെറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? യൂണിയൻ സെറ്റ് എന്ന് പറയുന്നത് ഒന്നാക്കി എഴുതുന്നതിനാണ് യൂണിയൻ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിയൻ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ സിമ്പിൾസ് പഠിച്ചിട്ടുള്ളത്? എലമെന്റ്സിന്റെ സിമ്പിൾ പഠിച്ചു, സബ്സെറ്റിന്റെ സിമ്പിൾ പഠിച്ചു, ഇന്റർസെക്ഷന്റെ സിമ്പിൾ പഠിച്ചു, യൂണിയന്റെ സിമ്പിൾ പഠിച്ചു, നൾ സെറ്റിന്റെ സിമ്പിളും പഠിച്ചു. ഇത്രയും സിമ്പിൾസ് പഠിച്ചു. ഈ സിമ്പിൾസ് മാർക്ക് ചെയ്തത് കേട്ടോ. ഇത്രയും സിമ്പിൾസ് ആണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. ഇന്റർസെക്ഷന്, യൂണിയന്, ഓക്കെ. ഇന്റർസെക്ഷന് യൂണിയൻ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ചെറിയൊരു കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. താഴെ സ്പേസ് ഉണ്ടോ? ചെറിയൊരു കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. കോംപ്ലിമെന്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? അപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് നമുക്ക് ഇങ്ങനെ എന്റെ മുകളിൽ സി കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ മുകളിൽ ഒരു ലൈൻ എ ഡാഷ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റിനെ ഡിനോട്ട് ചെയ്യുക. എ കോംപ്ലിമെന്റിനെ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ അല്ല? ക്വസ്റ്റ്യൻസിലൊക്കെ ഈ രണ്ട് മെത്തേഡിലാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. വേറെ സിമ്പിൾസ് ഉണ്ട് കേട്ടോ കോംപ്ലിമെന്റിന്റെ. ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ട് മെത്തേഡിലാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ല? കോംപ്ലിമെന്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. ഒരു യൂണിവേഴ്സൽ സെറ്റ് ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഇത്രയും എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. ക്വസ്റ്റ്യനിൽ കൊടുക്കും എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ളത്, ക്വസ്റ്റ്യനിൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് വരുന്നത് 4 6 7 10. ഇതാണ് എ എന്ന് പറഞ്ഞ സെറ്റിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി പറയാം. എ കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സൽ സെറ്റിന്ന് എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലുള്ള എലമെന്റ്സ് ഒഴിഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 4 ഉണ്ട്. 4ഉം 6ഉം 7ഉം 10ഉം ഒഴികെ ബാക്കി വരുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയാ? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കുറച്ചധികം കൺസെപ്റ്റ് വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ, മനസ്സിലാക്കി വെക്കുക. പക്ഷെ ക്വസ്റ്റ്യൻസിന് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ചോദിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സെറ്റ് എന്താന്ന് നോക്കി, സെറ്റിലെ എലമെന്റ്സ് എന്താന്ന് നോക്കി, സെറ്റ് ബിൽഡർ ഫോം നോക്കി, റോസ്റ്റർ ഫോം നോക്കി. ഇങ്ങനെ നമ്പേഴ്സ് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റോസ്റ്റർ ഫോം എന്ന് പറയും. ഇതിനൊരു സെന്റൻസ് മാതിരിയാക്കി എഴുതുകയാണെങ്കിൽ അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് ടൈപ്സ് ഓഫ് സെറ്റ് ആണ്. ടൈപ്പ് ഓഫ് സെറ്റിന് ശേഷം നമ്മൾ നോക്കിയിട്ടുള്ളത് യൂണിയൻ സെറ്റ്, ഇന്റർസെക്ഷൻ സെറ്റ്, സബ്സെറ്റ്. യൂണിയൻ സെറ്റിനെ യു എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്യും, ഇന്റർസെക്ഷൻ സെറ്റിന് റാ പോലെ ഡിനോട്ട് ചെയ്യും, സബ്സെറ്റിനെ സി പോലെ ഡിനോട്ട് ചെയ്യും. പിന്നെ നൾ സെറ്റിന്റെ നോക്കി, പിന്നെ അതേപോലെ ഇപ്പൊ ലാസ്റ്റ് നോക്കിയിട്ടുള്ളത് കോംപ്ലിമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളത്. ഇതല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വേറെയും കൺസെപ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? കോംപ്ലിമെന്റ് സെറ്റ്. ഓക്കെ, കോംപ്ലിമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. മുകളിൽ സി അല്ലെങ്കിൽ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ചാപ്റ്ററത്തെ അല്ല, ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് ടോപ്പിക് കേട്ടോ. വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതുവരെ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ യൂണിയൻ പറഞ്ഞു. ഫസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം പറഞ്ഞു. അത് ഞാൻ എക്സ്പ്രസ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഇങ്ങനെ രണ്ട് സെറ്റാണുള്ളത്. എ എന്ന് പറഞ്ഞതിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ട്, 1ഉം 2ഉം എലമെന്റ്സ് ഉണ്ട്. ബി എന്ന് പറഞ്ഞതിൽ 2ഉം 3ഉം 4ഉം. ഓക്കെ, ഇങ്ങനെ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ വെൻ ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് എ എന്ന് പറഞ്ഞ സെറ്റാണ്, ഇത് ബി എന്ന് പറഞ്ഞ സെറ്റാണ്. ഇങ്ങനെയാണ് അസംഷന്. രണ്ട് റൗണ്ട് വരയ്ക്കാമല്ലോ, ഓരോന്നും ഓരോ സെറ്റ്. ഈ 3 ഉണ്ടെങ്കിലോ ഇവിടെ മൂന്നാമത്തെ ഒരു സർക്കിളും കൂടി വരയ്ക്കുക. അത് മൂന്നാമത്തെ സെറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പൊ ഫസ്റ്റത്തെ എ എന്ന് പറഞ്ഞ സെറ്റിൽ 1ഉം 2ഉം അല്ലേ? ഈ 2 എന്ന് പറഞ്ഞതിൽ എയിലും ബിയിലും വരുന്നില്ല. അപ്പൊ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ സ്പേസിൽ നമ്മൾ എഴുതാം. ഇതല്ലാണ്ട് ഇവിടെ 3ഉം 4ഉം സെപ്പറേറ്റ് വരുന്നല്ലേ?
അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുക ഇങ്ങനെ ആണ്. ഇനി യൂണിയന്റെ കേസ് എടുക്കുന്ന സമയത്ത് യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒന്നാക്കി എഴുതുന്നതിനല്ല നമ്മൾ യൂണിയൻ എന്ന് പറയാം. അപ്പോൾ അതിൽ ഏതൊക്കെ ഏരിയ വരും? ഈ ഏരിയ വരും, കോമൺ ആയിട്ടുള്ള ഈ ഏരിയ വരും, കോമൺ ആയിട്ടുള്ള ഏരിയ വരും അല്ലെ? ഇതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതോ ഗ്രാഫ് ഉണ്ട്, രണ്ട് സെറ്റ് ഉണ്ട്, എയും ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് മാത്രമല്ല നമ്മൾ ഇന്റർസെക്ഷനിൽ വരെ. കോമൺ ആയിട്ട് ഏത് ഏരിയ ആയിരിക്കും? ഈ ഏരിയ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അടുത്തത് കോംപ്ലിമെന്റ് സെറ്റ് അല്ല പഠിച്ചിട്ടുള്ളത്. കോംപ്ലിമെന്റ് സെറ്റിലേക്ക് വരുന്ന സമയത്ത് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എ കോംപ്ലിമെന്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പുറത്തുള്ളതിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഈ സെറ്റ് അല്ലാണ്ട് ഈ പുറത്ത് വരുന്ന ഔട്ടർ ഏരിയനാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയാം. ഇതിനാണ് കോംപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ല? ഇനി ഒരു സബ്സ്ട്രാക്ഷന്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കൺസെപ്റ്റ് വൈസ് പക്ക ആക്കി പോകേണ്ട സാധനം കേട്ടോ. സബ്സ്ട്രാക്ഷന്റെ രണ്ട് സെറ്റുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സസൈസ് 7A പോവാട്ടോ. എക്സസൈസ് 7A. എക്സസൈസ് 7A ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് ദ സെറ്റ് 2, 3, 5. ഇതില് സബ്സെറ്റ് നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുള്ള ഇക്വേഷൻ 2n. ഇതിൽ n എന്ന് പറഞ്ഞാൽ എത്ര? 3 അല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് 3 അല്ലേ? അപ്പൊ 2^3 എന്ന് പറയുന്നത് 8. ഓപ്ഷൻ ബി. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കട്ടെ. ഈ ഒറ്റ ഇക്വേഷൻ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, അതേപോലെ തന്നെ യൂണിയന്, ഇന്റർസെക്ഷന്, സബ്സെറ്റ്, കോംപ്ലിമെന്റ്, നൾ സെറ്റ്, ഇതൊക്കെ കൺസെപ്റ്റ് ആണ്. ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല കേട്ടോ അതില്. ഇനി അടുത്തത് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് കണ്ടെയ്നിങ് n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടാവുന്നു? 2n. ഓക്കെ അല്ലേ? ദ നൾ സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ. നൾ സെറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് ഇത് വരോ? ഇല്ല, രണ്ട് സിമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഈ സിമ്പിളും ഒന്ന് ഈ സിമ്പിളും. ഇതും വരല്ല, 0 വരുന്നതും സബ്സെറ്റ് അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. A is equal to 2, 3, 5, 7. B is equal to 4, 6, 8, 10. Then A intersection B can be written as. A intersection B can be written as എന്നാണ് പറയുന്നത്. എയും ബിയും കൂടി ഇന്റർസെക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം? ഇത് രണ്ടിൽ കോമൺ ആയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഇല്ല. 5 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? 6 ഉണ്ടോ? 8 ഉണ്ടോ? 10. കോമൺ ആയിട്ട് എന്തെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടാ? ഒരു സെറ്റിൽ ഒരു നമ്പേഴ്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? നൾ സെറ്റ്. നൾ സെറ്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇങ്ങനല്ല, ഒന്നൊക്കെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ബി എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഇല്ലല്ലോ? ഇല്ല. സി എന്ന് പറഞ്ഞ ഫോർമാറ്റും അല്ലല്ലോ? അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 റെപ്രസെന്റ് ദ സെറ്റ് വെൻ എക്സ് മേ ടേക്കൻ ഇന്റഗ്രൽ വാല്യൂ ഓൺലി. എക്സിന് ഇന്റഗ്രൽ വാല്യൂ മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറഞ്ഞ എഴുതുന്നതിനാണ് ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇന്റഗ്രൽ വാല്യൂ അതേപോലെ തന്നെ ഇന്റഗ്രൽ വാല്യൂ തന്നെ പോസിറ്റീവ് ഇന്റഗ്രൽ വാല്യൂ, നെഗറ്റീവ് ഇന്റഗ്രൽ വാല്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, അതേപോലെ തന്നെ വേറെ വോൾ നമ്പർ, ഫ്രാക്ഷൻസ്, റാഷണൽ, ഇറാഷണൽ നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഇന്റഗ്രൽ വാല്യൂ ആണ് പറയുന്നത്. ഇന്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. 0ന്റെ 5ന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡർ അല്ലല്ലോ, ലെസ് ദാൻ മാത്രമല്ലേ. അപ്പോൾ 1, 2, 3, 4 മാത്രമായിരിക്കും വരുന്നുണ്ടാവും. 0യും 5 ഇൻക്ലൂഡർ അല്ലല്ലോ, അല്ല. ഇത് നമ്മളോട് എന്താണ് നോർമലി സെറ്റിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, സെറ്റിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. 1, 2, 3, 4. ഓപ്ഷൻ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ. ദ സെറ്റ് 0, 2, 4, 6, 8, 10 ക്യാൻ ബി റിട്ടൺ ആസ് 0, 2, 4, 6, 8, 10 നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്? ദാറ്റ് മീൻസ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2x, എക്സിന്റെ വാല്യൂ 0 to 5 വരെയാണ്. 0യും 5ഉം ഇൻക്ലൂഡർ അല്ല. അപ്പൊ എക്സിന് ഫസ്റ്റ് 1 കൊടുത്താൽ 2 എന്ന് കിട്ടും അല്ലെ. പിന്നെ 2 കൊടുത്താൽ എക്സിന്റെ വാല്യൂ 1ഉം 2ഉം 3ഉം 4ഉം വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. 0യും 5ഉം ഇൻക്ലൂഡർ അല്ലല്ലോ, ലെസ് ദാൻ മാത്രമല്ലേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലല്ലോ. അപ്പൊ എക്സിന് 1 കൊടുത്താൽ 2 കിട്ടി, 2 കൊടുത്താൽ 4 കിട്ടി, 3 കൊടുത്താൽ 6 കിട്ടി, 4 കൊടുത്താൽ 8ഉം കിട്ടി. പക്ഷെ 0യും 10ഉം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബിയിൽ
എക്സിന്റെ വാല്യൂ 1ഉം 2ഉം 3ഉം 4ഉം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബിയും അല്ല. സിയിൽ ഈക്വൽ ടു പറയുന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 0 കൊടുത്താൽ 0 കിട്ടും. പിന്നെ 2 കൊടുത്താൽ 1 കൊടുത്താൽ 2 കിട്ടും, 2 കൊടുത്താൽ 4 കിട്ടും, 3 കൊടുത്താൽ 6 കിട്ടും, 4 കൊടുത്താൽ 8 കിട്ടും. ഇനി ലാസ്റ്റ് 5ഉം ഇൻക്ലൂഡഡ് ആണ് അല്ലേ, 5 കൊടുത്താൽ 10 കിട്ടി. എല്ലാ എലമെന്റ്സും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അടുത്തത് ഫ്രം ക്വസ്റ്റ്യൻ 7 to 10 ദ ഡാറ്റ യൂസിങ് if p is equal to 1, 2, 3, 5, 7, q is equal to 1, 3, 6, 10, 15, universal set s is equal to 1 to 15. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 7 to 10 വരെ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദ കാർഡിനൽ നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ. ദ കാർഡിനൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് കേട്ടോ. കാർഡിനൽ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സിനാണ്. കാർഡിനൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. കാർഡിനൽ നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ. പി ഇന്റർസെക്ഷൻ ക്യൂ ചെയ്തിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. പി ഇന്റർസെക്ഷൻ ക്യൂ ചെയ്താൽ എന്താ കിട്ടുക? ഇതിൽ കോമൺ ആയി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എടുക്കുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. 1 കോമൺ അല്ലേ? 2 ഉണ്ടോ? ഇല്ല, ഇതിൽ 2 ഇല്ല. 3 ഉണ്ടോ? 3 കോമൺ ആണ്. 5 ഉണ്ടോ? 5 ഇല്ല. 7ഉം ഇല്ല. ഇവിടെ 10ഉം 15 ഒന്നും ഇല്ല. അപ്പോൾ 1ഉം 3ഉം 2 എലമെന്റ് മാത്രമല്ലേ ഉള്ളൂ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ കാർഡിനൽ നമ്പർ ഓഫ് പി യൂണിയൻ ക്യൂ ആണ്. പിയും ക്യൂവും കൂടി യൂണിയൻ ചെയ്യാനാണ് പറഞ്ഞത്. യൂണിയൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടി ഒറ്റ സെറ്റ് ആക്കിയിട്ട് എഴുതാം. ജോയിൻ എഴുതാനാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്. റിപ്പീറ്റേഷൻ വരാൻ പാടില്ല കേട്ടോ. യൂണിയൻ ആക്കുന്ന സമയത്ത് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ഇതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 കാർഡിനൽ നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? NP1 ഈസ് NP1 എന്ന് പറയുന്നത് കോംപ്ലിമെന്റിനെ തന്നെ കേട്ടോ. കോംപ്ലിമെന്റിന് തന്നെയാണ് പവറിൽ 1 എന്ന് പറയുന്നത്. NP1 എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ് കേട്ടോ. NP1 എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ് ആണ്. NP1 എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആട്ടെ. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ് ആണ്. ഓക്കെ അല്ലേ? ഇതിൽ നമ്മളോട് ചോദിച്ചുള്ളത് NP1 ആണ്. NP1 ഇതിൽ N എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സിനെ തന്നെയാണ്. നമ്പർ ഓഫ് എലമെന്റ്സിനെ കാർഡിനൽ നമ്പർ എന്നും പറയും. NP1 ഇത് ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്കിൽ ഫുള്ളും ഇത് വെച്ചിട്ടുള്ള ടോപ്പിക്കായിട്ട് വരുന്ന റിലേഷനിലും ഫംഗ്ഷനിലൊക്കെ NP എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതിൽ പി കോംപ്ലിമെന്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പി കോംപ്ലിമെന്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പി കോംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? പി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. പി കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പി കോംപ്ലിമെന്റ് ഫസ്റ്റ് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ യൂണിവേഴ്സൽ സെറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് പിയിലുള്ള എലമെന്റ്സ് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. പിയിൽ എന്താണുള്ളത്? 1 ഉണ്ട്, 1 ഒഴിവാക്കാം, 2 ഒഴിവാക്കാം, 3 ഒഴിവാക്കാം, 5 ഒഴിവാക്കാം, 7 ഒഴിവാക്കാം. ബാക്കി എത്ര എലമെന്റ്സ് ഉള്ളത്? 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്. എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എലമെന്റ്സ് ആ വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ക്യൂ നമ്പർ ഓഫ് എലമെന്റ്സിന് ക്യൂ കോംപ്ലിമെന്റ്. ക്യൂ കോംപ്ലിമെന്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? ഇത് 5 എലമെന്റ്സ് ഉണ്ട്. ഈ 5 എലമെന്റ്സ് ക്യാൻസൽ ചെയ്താൽ, ഈ 15 5 എലമെന്റ്സ് ക്യാൻസൽ ചെയ്താൽ എത്ര തന്നെ ആയിരിക്കും കിട്ടുക? 10 തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെറ്റ് ഓഫ് ക്യൂബ്സ് ഓഫ് ദ നാച്ചുറൽ നമ്പർ ഈസ്. നാച്ചുറൽ നമ്പറിന്റെ ക്യൂബിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും? നൾ സെറ്റ് ആണോ? നാച്ചുറൽ നമ്പറിന്റെ ക്യൂബ് എടുക്കുകയാണ്. ക്യൂബ് എടുക്കുമ്പോൾ 1ന്റെ ക്യൂബ് 1 തന്നെ, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27. ഓക്കെ. പക്ഷെ ഇത് സെറ്റ് കിട്ടാണ്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നൾ സെറ്റ് അല്ല. ഇനി ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതിന് എൻഡ് ഉണ്ടോ? നാച്ചുറൽ നമ്പറിന്റെ ക്യൂബിന്റെ ഇതിന് എൻഡ് ഉണ്ടോ? ഏതെങ്കിലും അറ്റുണ്ടോ? അല്ല. അപ്പൊ ഫൈനൈറ്റ് ഉണ്ടോ? അതെന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ അല്ല. ഒരു ആ സെറ്റിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് എന്നാണ് പറയാം. ഇത് എൻഡ് ഇല്ലാത്തത് കൊണ്ട് അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇത് സെറ്റ് x raised to x such that x is any positive rational number. ഓക്കെ. ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ 2ക്ക്
2 ആണ്. അതിൽ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും കൂടി നമ്മൾ പറയുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ റാഷണൽ നമ്പർ. അല്ലെങ്കിൽ ഡെസിമൽ വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് -1, -2, -4 ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നതോ, ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് √2. ഇത് നമ്മളിപ്പോൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ 0.3333 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകൂലേ, അതിനാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ √2, പൈൻ്റെ വാല്യൂ, അതേപോലെ തന്നെ 1/3 ഇങ്ങനത്തെ വാല്യൂസ് ഉണ്ടാവില്ല, നമുക്കൊരു എൻഡ് അല്ലാണ്ട് പോകുന്ന വാല്യൂസ് ഉണ്ടാവില്ല, അതിനാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുള്ളത്, റാഷണൽ നമ്പർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ എനിക്ക് കൊടുക്കാം അല്ലേ, 2⁻1 കൊടുക്കുക, 2⁻2 കൊടുക്കുക, 2⁻4 കൊടുക്കുക, 2⁻10 കൊടുക്കുക, 2⁻100 വരെ കൊടുക്കുക. 100 എന്നല്ല, എത്ര നമ്പർ വേണമെങ്കിലും പോവാം, അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കൂലേ. അപ്പം അതെന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ്. അതെന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ്, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി അടുത്ത ഫോർ ഓൾ ഇന്റഗ്രൽ എക്സ് ഈസ് സെറ്റ് ദാറ്റ്. ഓക്കെ, 1 - (1) ഫോർ ഓൾ ഇന്റഗ്രൽ എക്സ് ഈസ് ദ സെറ്റ്. ഇത് ഒരു സെറ്റാക്കി മാറ്റുന്ന സമയത്ത് എക്സിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, 1 - (1) എന്നാ പറയുന്നത്. എക്സിന് എനിക്ക് ഇന്റഗ്രൽസ് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാം, 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം അല്ലെ. ഇപ്പൊ ഞാൻ ഇപ്പോൾ 1 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ -1 എന്ന് പറയുന്നത് -1, 1 - (1) എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും അല്ലെ. 1 ഈ മൈനസും കൂടെ എന്താവും, പ്ലസ് ആവും, ദാറ്റ് മീൻസ് 2 എന്ന് വരും. ഓക്കെ അല്ലെ. അപ്പോൾ ഒരു എലമെന്റ് കിട്ടി 2. ഇനി ഞാൻ എക്സിന് 2 എന്ന് കൊടുക്കുകയാണ്, 1 - (1) (2) എന്ന് കൊടുക്കുമ്പോൾ ഇത് എന്താണ്, ഈവൻ നമ്പർ അല്ലേ. -1 × -1 എന്നായില്ല, -1 × -1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലേ, മൈനസിന്റെ മൈനസ് പോസിറ്റീവ് അല്ല. 1 - +1 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ അടുത്ത എലമെന്റ് 0 എന്ന് കിട്ടിയില്ലേ. ഇനി അടുത്തത് എക്സിന് ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്, 1 - (1) ഇവിടെ ഈ -1ന്റെ പവറിൽ ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. ഇപ്പൊ -1 × -1 എന്നല്ല വരാം, 2 -1 പോസിറ്റീവ് ആയി, ആ പോസിറ്റീവും നെഗറ്റീവും മൈനസ് ചെയ്താൽ വീണ്ടും -1 തന്നെയല്ലേ കിട്ടാം. ദാറ്റ് മീൻസ് -1ന്റെ പവറിൽ ഓഡ് നമ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ -1 ആയിരിക്കും. -1ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് +1 ആയിരിക്കും വരാം. ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ചാപ്റ്ററിൽ നമുക്ക് ഇത് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ അല്ലെ, ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂ 0യും 2 അല്ലാണ്ട് വേറെ ഏതെങ്കിലും വാല്യൂ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ നമ്മൾ ഈ 3 കൊടുക്കുന്ന സമയത്ത് വീണ്ടും 2 എന്ന് കിട്ടും, 4 കൊടുക്കുന്ന സമയത്ത് 0 കിട്ടും, 5 കൊടുക്കുന്ന സമയത്ത് 2 കിട്ടും. അങ്ങനെ ഈ 2ഉം 0യും തന്നെ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 1ന്റെ പവറിൽ ഓഡ് നമ്പർ ആണെങ്കിൽ -1ന്റെ പവറിൽ ഓഡ് നമ്പർ ആണെങ്കിൽ -1 തന്നെ കിട്ടും, ഈവൻ നമ്പർ ആണെങ്കിൽ +1 തന്നെ കിട്ടും. ഓക്കെ. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇ ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഈവൻ നമ്പർ ആൻഡ് ഒ ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഓഡ് നമ്പർ. ദെൻ ഇ യൂണിയൻ ഒ ഈസ്, ഇ എന്ന് പറയുന്നത് പോസിറ്റീവ് ഈവൻ നമ്പറും ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓഡ് നമ്പറും ആണ്. അങ്ങനെയാണെങ്കിൽ ഇയും യുവും കൂടി യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ, യൂണിയൻ ചെയ്യുന്ന ജോയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, ജോയിൻ ചെയ്ത് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എന്തായിരിക്കും വരാം, 1 വരും, 2 വരും, 3 വരും അല്ലെ. 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറിലുള്ളത്, 2 രണ്ടും കൂടെ ഒന്നാക്കി എഴുതണ്ടേ. അപ്പൊ എന്തായിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവുക, നാച്ചുറൽ നമ്പർ അല്ലേ കിട്ടുക. നാച്ചുറൽ നമ്പർ നമ്മൾ n എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നാച്ചുറൽ നമ്പർ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക, n എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ നാച്ചുറൽ നമ്പറും റിയൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറഞ്ഞ എഴുതുന്നതിനാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. റിയൽ നമ്പർ എന്ന് പറയുന്നത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ എഴുതുന്നതിനാണ്. ഓക്കെ അല്ലെ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതിയെടുക്കേണ്ടവർക്ക് ഒന്ന് എഴുതിയെടുക്കട്ടോ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറഞ്ഞ എഴുതുന്നതിനാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. റിയൽ നമ്പർ എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞു പോകുന്നതിനാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റീജർ നമ്പർ എന്ന് പറയുന്നതിന് അതിനെ നമ്മൾ Z എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സെറ്റിൽ
നാച്ചുറൽ നമ്പറിനെ n എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും, ഇൻറ്റീജറിനെ z എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. ഇതിൽ മൈനസും വരും പോസിറ്റീവും വരും 1ഉം വരും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് പോസിറ്റീവ് ഇൻറ്റീജർ എന്നും നെഗറ്റീവ് ഇൻറ്റീജർ എന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനും പറ്റും. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. ഓക്കെ അല്ലേ? ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ് √2 5 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നതിനാണ് ഇറാഷണൽ നമ്പർ എന്ന്. റാഷണൽ നമ്പറിൽ അതിൽ ഡെസിമൽ വരാം, എല്ലാ നമ്പേഴ്സും വരാം കേട്ടോ. റാഷണൽ നമ്പറിൽ എല്ലാ നമ്പേഴ്സും വരാം, പക്ഷെ ഇറാഷണൽ നമ്പറിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നതിന് ഇറാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ അല്ലേ? 0.2 വരാം, 1 വരാം, 5 വരാം, 0.5 വരാം, 1/3 5 വരാം. ഓക്കെ, 10/2 വരാം. ഓക്കെ, ഇതിനൊക്കെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും കൺസെപ്റ്റ് ഓക്കെ അല്ലേ? നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യനിലായിരുന്നു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ആർ എന്ന് പറയുന്നത് റിയൽ നമ്പറിനാട്ടോ. റിയൽ നമ്പറിനാണ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പറിന് n, റിയൽ നമ്പറിന് n, ഇൻറ്റീജേഴ്സിന് z എന്ന് പറഞ്ഞിട്ടോ. നാച്ചുറൽ നമ്പർ n, റിയൽ നമ്പർ 6, ഇൻറ്റീജേഴ്സ് z. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇഫ് ആർ ഈസ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ ആൻഡ് ഇ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പർ. ആർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പറും ആണ്, ഇ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറും ആണെന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ അവർ അങ്ങനെ പറഞ്ഞത്. നോർമലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, റിയൽ നമ്പറിന് ആർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. റിയൽ നമ്പറിനാണ് നമ്മൾ ആർ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുക. നാച്ചുറൽ നമ്പറിന് എന്നും ഇൻറ്റീജേഴ്സിന് z എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അവര് മാത്തമാറ്റിക്കലി നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യന് പ്രകാരം അവർ പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് റാഷണൽ നമ്പറിന് ആർ എന്നും സെറ്റ് ഓഫ് റിയൽ നമ്പറിന് ഇ എന്നുമാണ് ഡിനോട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇതിൽ ഏതാ വലിയ സെറ്റ്? ഏതാ? റാഷണൽ നമ്പർ ആണോ റിയൽ നമ്പർ ആണോ? റാഷണൽ നമ്പർ ആണ് വലുത്. റാഷണൽ നമ്പറിൽ എല്ലാ നമ്പേഴ്സും വരും അല്ലെ? ഈ റാഷണൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ് റിയൽ നമ്പർ എന്ന് പറയുന്നത് അല്ലെ? ഈ റാഷണൽ നമ്പറിൽ എല്ലാ നമ്പേഴ്സും വരും അല്ല? ഇതിന്റെ സബ്സെറ്റ് ആണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യാം? റാഷണൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ 6. 6ന്റെ ഭാഗത്തേക്ക് ഇത് ഓപ്പൺ ചെയ്തിരിക്കണം, സൂപ്പർ സെറ്റിന്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കണം, സബ്സെറ്റിന്റെ അവിടെ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് n ഈസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആൻഡ് i ഈസ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ, ദെൻ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറും i എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജറും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരാന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് നാച്ചുറൽ നമ്പറും പോസിറ്റീവ് ഇൻറ്റീജറും ഈക്വൽ ആണെന്ന്. ഓപ്ഷൻ ബി വരുന്നത് നാച്ചുറൽ നമ്പർ സബ്സെറ്റ് ആണ്, ഇൻറ്റീജറിന്റെ സബ്സെറ്റ് ആണെന്ന്. ഓപ്ഷൻ സി വരുന്നത് നാച്ചുറൽ നമ്പറും സബ്സെറ്റും ഈക്വലും ആണ്, സബ്സെറ്റും ആണെന്ന്. എന്താണ് ആൻസർ? എന്താ വരാ? നാച്ചുറൽ നമ്പറും പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് കേട്ടോ. ഓപ്ഷൻ എ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാലും 1 2 3 4 അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത 17ാമത്തത്, ഇഫ് i ഈസ് ദ സെറ്റ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ ആൻഡ് ഇ ഈസ് ദ സെറ്റ് ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് എന്താ പറയാ? ഐസോസിലസ് ട്രയാങ്കിൾ. മിനിമം 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താ പറയാ? ഐസോസിലസ് ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 സൈഡും ഈക്വൽ ആയിട്ടുള്ളതിനാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് ട്രയാങ്കിൾ വരയ്ക്കാനാണ് കൂടുതൽ പറ്റുക? 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാനാണ് കൂടുതൽ പറ്റുക അല്ലെ? ഇതിലേക്ക് 1 സെന്റിമീറ്റർ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും 1 എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ ആണെങ്കിൽ 2 സൈഡ് 1 എടുത്തിട്ട് പിന്നെ 2 എടുക്കുക, 2 സൈഡ് 1 എടുക്കുക, 3 അല്ല. കൂടുതൽ ഏതിനാണ് ചാൻസ് കൂടുതലുള്ളത്? ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കാനല്ലേ കൂടുതൽ ചാൻസ് ഉള്ളത്. ഇക്വലേറ്റർ ട്രയാങ്കിൾ 3 സൈഡും ഈക്വൽ ആവണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും സൂപ്പർ സെറ്റ് വരാം? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് കൂടുതൽ വരാം അല്ലെ? സൂപ്പർ സെറ്റ് ആയിട്ട് വരാം. സബ്സെറ്റ് ആയിട്ട് എന്തായിരിക്കും വരാം? ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും വരാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ശരിയായിട്ട് വരാം? ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇന്റെ അവിടെ വേണം ഇത് വരാണ്. വലിയ സൂപ്പർ സെറ്റിന്റെ അവിടത്തേക്ക് വേണം ഈ സബ്സെറ്റിന്റെ അത് ഓപ്പൺ ആയിട്ടിരിക്കാൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി.
ഓക്കെ അല്ലെ? ഇത് ഓപ്പൺ ആയിട്ടിരിക്കാൻ സൂപ്പർ സെറ്റിന്റെ ഭാഗത്തേക്ക് വേണം ഈ സി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ ആയിട്ടിരിക്കാൻ. ഓക്കെ, ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആർ ഈസ് ദ സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ, isosceles right angle triangle and I is the set of isosceles triangle. Isosceles right angle triangle എന്ന് പറയുന്നത് രണ്ട് സൈഡ് ഈക്വലും ആവണം, ഒരു സൈഡ് 90 ഡിഗ്രിയും വേണം. ഒരു സൈഡ് 90 ഡിഗ്രിയും വേണം. ഐ എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഏത് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആയാൽ മാത്രം മതി, ആംഗിൾസ് ഒന്നും വിഷയമല്ല. അപ്പൊ ഇതിൽ ഏത് ട്രയാങ്കിളിനാണ് കൂടുതൽ ചാൻസ് കൂടുതലുള്ളത്? ഈ ട്രയാങ്കിളിനല്ലേ ചാൻസ് കൂടുതലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും സൂപ്പർ സെറ്റ്? ഐ ആയിരിക്കും സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഐന്റെ ഭാഗത്തേക്ക് വേണം ഓപ്പൺ ആയിട്ടിരിക്കാൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. n into n+1 divided by 2, n is a positive integer is. n into n+1 എന്ന് പറഞ്ഞിട്ടുള്ളത് n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജർ. n എനിക്ക് 1 കൊടുക്കാം, n എനിക്ക് 2 കൊടുക്കാം, 3 കൊടുക്കാം, ഏത് നമ്പർ കൊടുക്കാം. 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 + 1 2, 2 into 1 2 തന്നെ, 2/2 എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, ഇനി അടുത്തത് 2 കൊടുക്കുന്ന സമയത്ത് 2 + 1 3 വരും. 3 into 2 എന്ന് പറയുന്നത് 6, 6 divided by 3 എന്ന് പറയുന്നത് 3. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇതിന്റെ വാല്യൂ എന്തായാലും വരും അല്ലെ. എനിക്ക് എത്ര ഈ പോസിറ്റീവ് ഇൻറ്റീജർ നമ്പേഴ്സും കൊടുക്കാം അല്ലെ. എനിക്ക് 1 മുതൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കില്ലേ. അപ്പൊ ഈ സെറ്റ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ പറയാ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ അല്ലേ? ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ = 1, 2, 3, 5, 7 ആൻഡ് ബി = x² such that x element of a. ഓക്കെ അല്ലേ? ഇതിൽ എന്റെ സെറ്റ് അവർ തന്നിട്ടുണ്ട്, ബിന്റെ സെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അവർ തന്നിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം ആണ് നമ്മൾ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമാറ്റിലേക്ക് മാറ്റണം. x² ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് എ എന്ന് പറയുന്നത്. എയിലുള്ള എലമെന്റിനാണ് എക്സിന് വാല്യൂ. അപ്പൊ എക്സിന് ഫസ്റ്റ് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 കിട്ടും, 2 കൊടുക്കുകയാണെങ്കിൽ 4 കിട്ടും, 5 കൊടുക്കുകയാണെങ്കിൽ 3 കൊടുക്കുകയാണെങ്കിൽ 9 കിട്ടും, 5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 കിട്ടും, 7 കൊടുക്കുകയാണെങ്കിൽ 49 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സെറ്റ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ NB = NA ആണോ, NB > NA ആണോ, NA = NB ആണോ. ഞാൻ പറഞ്ഞ സെറ്റിന്റെ വാല്യൂ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും വരുന്നുണ്ടാവാം. ഇതെന്തായാലും തെറ്റല്ല, അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്തത് ഇതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്നത്? 5 അല്ലേ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, 5 അല്ലേ. ഈ സെറ്റ് ബിയിലും എത്ര തന്നെ വരുന്നത്? 1, 2, 3, 4, 5, 5 എലമെന്റ്സ് തന്നെയല്ലേ വരുന്നത്, 5 എലമെന്റ്സ് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി, നമ്പർ ഓഫ് എലമെന്റ്സ് n of A = n of B ആണ്. ഓപ്ഷൻ സി. ഓക്കെ, ഇനി A യൂണിയൻ A ഈസ് ഇക്വൽ ടു, A എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ 1ഉം 2ഉം ആണുള്ളത്. അതേമാതിരി തന്നെ A എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതന്നല്ലേ എ സെറ്റ് എന്ന് പറയുന്നത്, അതന്നല്ലേ. അപ്പൊ A യൂണിയൻ A എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ആയിട്ടുള്ളത് ഏതാ? 1ഉം 2ഉം തന്നെ അല്ലേ വരാം. A യൂണിയൻ A ചെയ്താൽ A തന്നെയല്ലേ കിട്ടാം. ഓക്കെ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്തിട്ട് നോക്കട്ടെ. A = ഈ സെറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ആ സെറ്റും ആ സെറ്റിലുള്ളതും കൂടി ചെയ്താൽ ആ സെറ്റ് തന്നെയല്ലേ കിട്ടാം. അപ്പൊ A തന്നെ കിട്ടും. A യൂണിയൻ A എന്ന് പറഞ്ഞാൽ A തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി A ഇന്റർസെക്ഷൻ A = A എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഉണ്ട്, A എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഉണ്ട്, 1ഉം 2 ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ള പുറത്തെടുക്കാം. കോമൺ ആയിട്ടുള്ള എടുക്കാൻ പറഞ്ഞാൽ എന്താ? ഇത് കോമൺ അല്ലേ, മറ്റേലും 1ഉം 2 തന്നെ. കോമൺ ആയിട്ട് എന്ന് പറയുമ്പോൾ A തന്നെയല്ലേ കിട്ടാം. ഓപ്ഷൻ ബി എന്നാണ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. A യൂണിയൻ B കോംപ്ലിമെന്റ്. A യൂണിയൻ B, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു പ്രോപ്പർട്ടി ആണ്, പക്ഷെ അവരിത് എക്സസൈസ് ക്വസ്റ്റ്യനിൽ കൊണ്ടുപോയി കൊടുത്തുക്കുന്നുള്ളൂ കേട്ടോ. A യൂണിയൻ B ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? A ഇന്റർസെക്ഷൻ, ഈ കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ യൂണിയന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലെ? ഈ കോംപ്ലിമെന്റ് എക്കും ബിക്കും എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ യൂണിയൻ ആണെങ്കിൽ അത് ഇന്റർസെക്ഷൻ ആവും. ഇനിയിപ്പോ ഇന്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിലോ അത് യൂണിയൻ ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ A എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്, B എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. 2, 4, 5 യൂണിയൻ സെറ്റ് ഉണ്ട്, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് A യൂണിയൻ B കോംപ്ലിമെന്റും ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റും ഇത് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെ ആയിരിക്കും കേട്ടോ. ഇതാണ് പ്രോപ്പർട്ടി ആണ്, ഇത് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ.
+1 + 2 സയൻസ് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഇതെന്താണ്, ഇത് അതിന്റെ പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ആണ് കേട്ടോ. അവർ ഇത് എക്സസൈസിലാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. ബൈഹാർട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും വരാം? എ ഇന്റർസെക്ഷൻ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് യൂണിയൻ ആണെങ്കിൽ അത് ഇന്റർസെക്ഷൻ ആവും. ഇന്റർസെക്ഷൻ ആണെങ്കിൽ അത് എന്താവും? യൂണിയൻ ആവും. ഇന്റർസെക്ഷൻ ആണെങ്കിൽ അത് യൂണിയൻ ആവും കേട്ടോ. ഇന്റർസെക്ഷൻ ആണെങ്കിൽ അത് യൂണിയൻ ആവും. ഓക്കെ അല്ല? രണ്ടിനും സെപ്പറേറ്റ് കോംപ്ലിമെന്റും വരും കേട്ടോ. രണ്ട് സെറ്റിനും സെപ്പറേറ്റ് കോംപ്ലിമെന്റും വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, എ യൂണിയൻ ഇ ഈസ് ഈക്വൽ ടു ഇ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. എ യൂണിയൻ ഇ രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് ഞാൻ എടുക്കുകയാണ്. ഇ എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സബ്സെറ്റ് വരണം. അപ്പൊ കോമൺ ആയിട്ട് പി എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. 1 2 3 4 5. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സെറ്റ് ഉണ്ട്. ഇത് സൂപ്പർ സെറ്റ് ആണ്, ഇത് സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എലമെന്റ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എയും യൂണിയൻ ഇ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? കോമൺ ആയിട്ടുള്ളത് എഴുതുമ്പോൾ ഈയിലുള്ള എലമെന്റ്സ് തന്നെ എനിക്ക് കിട്ടാ. 1 2 3 4 5. പുതിയ ഒന്നും വരില്ലല്ലോ. ഇ എന്നല്ലേ കിട്ടാ, ഈ സൂപ്പർ സെറ്റ് തന്നെ എനിക്ക് കിട്ടാം. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ല? ഒന്നും കൂടി പറയാം. എ യൂണിയൻ ഇ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ആണ്. ഓക്കെ, സൂപ്പർ സെറ്റിലുള്ളതും അതിന്റെ സബ്സെറ്റിലുള്ളതും ഒന്നാക്കി എഴുതി കഴിഞ്ഞാൽ സൂപ്പർ സെറ്റ് തന്നെയല്ലേ കിട്ടാം അല്ലേ? കൺസെപ്റ്റ് വൈസ് നോക്കിയാൽ പറ്റും. ഇ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. എ എന്ന് പറഞ്ഞാൽ അതിന്റെ സബ്സെറ്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ രണ്ടിലും ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ഫസ്റ്റത്തെ സെറ്റ് എന്നല്ലേ കിട്ടാം. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ, എ ഇന്റർസെക്ഷൻ ഇ ഈസ് ഈക്വൽ ടു ഇ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ സൂപ്പർ സെറ്റ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടീഷൻ തന്നെ, പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ഇ ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതുണ്ട്? കോമൺ ആയിട്ട് എന്തായിരിക്കും വരാം? 2 4 അല്ലേ ഉള്ളൂ കോമൺ ആയിട്ട് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. 2 4 അല്ലേ ഉള്ളൂ. ഈ 2 4 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? എ എന്ന് പറഞ്ഞ സെറ്റിന് ഈക്വൽ അല്ലേ? എ എന്ന് പറഞ്ഞ സെറ്റിന് ഈക്വൽ അല്ലേ? ദാറ്റ് മീൻസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇ യൂണിയൻ ഇ ഈസ് ഇക്വൽ ടു ഇ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇ എന്ന് പറയുന്നത് എന്റെ സൂപ്പർ സെറ്റ് ആണ്. എന്തിന്റെ സൂപ്പർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇ യൂണിയൻ ഇ. നമ്മളിവിടെ എ യൂണിയൻ എ നോക്കിയിട്ടുണ്ടായിരുന്നു. എ യൂണിയൻ എ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? എ അല്ല കിട്ടിയത്. അപ്പോൾ ഇ യൂണിയൻ ഇ ചെയ്താൽ എന്തെന്നെ കിട്ടാം? ഈ രണ്ടിലും ഇ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, വേറെ ഇ എന്ന് പറഞ്ഞ സെറ്റ് സെയിം എലമെന്റ്സ് തന്നെ ആയിരിക്കില്ല ഈ ഉള്ള സെറ്റിൽ വരാം. രണ്ടും കൂടെ ഒന്നാക്കിയാൽ ഇ തന്നെയല്ലേ വരാം. ഓക്കെ അല്ലേ? അതും വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. രണ്ട് സെയിം ആയിട്ടുള്ള സെറ്റുകൾ തമ്മിൽ യൂണിയൻ ചെയ്താൽ എന്താ കിട്ടുക? ആ സെറ്റ് തന്നെയാണ് കിട്ടുക. രണ്ട് സെയിം ആയിട്ടുള്ള സെറ്റുകൾ ഇന്റർസെക്ഷൻ ചെയ്താൽ എന്തെന്നെ കിട്ടുക? ആ സെറ്റ് തന്നെയാണ് കിട്ടുക. ഇത് പിന്നെ അവർ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവർ എ ഈസ് എ സൂപ്പർ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ഇ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. 1 2 3 4 5. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. 2 4. ഓക്കെ അല്ലേ? ഇനി ഇതിൽ പറയുന്നത് ഇ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. എന്റെ സൂപ്പർ സെറ്റ് ആണ് ഇ ആണല്ലോ, കറക്റ്റ് അല്ലേ? ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റില് 1 2 3 4 5 6. ഓക്കെ, ഇതിന്റെ ഇ എന്ന് പറഞ്ഞ സെറ്റിൽ 4 വരെ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണുള്ളത് യൂണിവേഴ്സൽ സെറ്റ് ഇ. അതിന്റെ ഇന്റെ സബ്സെറ്റ് ആണ് എ. ഓക്കെ അല്ല? അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞാൽ ഇതാണ് വരാം. ഇനി ഇ കോംപ്ലിമെന്റ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഇ കോംപ്ലിമെന്റ് എന്തായിരിക്കും വരാം? ഈ സെറ്റിലുള്ള ഇയിലുള്ള ഫുൾ എലമെന്റ്സ് ഒഴിവാക്കി ബാക്കി എന്താ ഉള്ളത്? 5 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5 മാത്രമല്ലേ വരാം. ഇതിലുള്ള എല്ലാ എലമെന്റ്സ് കളഞ്ഞില്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ എലമെന്റും കൂടി പോയില്ല. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ലല്ലോ. നൾ സെറ്റ് അല്ലേ വരാം. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി ചിന്തിക്കണേ. ഈയിലുള്ള എല്ലാ എലമെന്റ്സും ഒഴിവാക്കിയതിന് ശേഷമുള്ളതിനാണ് നമ്മൾ ഇ കോംപ്ലിമെന്റ് എന്ന് പറയാം. അല്ല, ഈയിലുള്ള എല്ലാ എലമെന്റ്സും കളഞ്ഞതിന് ശേഷമാണ് ഇ കോംപ്ലിമെന്റ് എന്ന് പറയുക. ഈയിലുള്ള സെറ്റ് എലമെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ എയിൽ വരുള്ളൂ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, നൾ സെറ്റ് ആണ് വരാം. നൾ സെറ്റ് എന്ന് പറയുന്നത് ബി. ഓക്കെ അല്ലേ? ഇനി എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് എടുക്കാന്നാണ്. നൾ സെറ്റിൽ ഒന്നും എടുക്കാനില്ല, അതിൽ 0 ഒന്നും ഉണ്ടാവില്ല, എലമെന്റ്സ് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും വരുമോ? ഇല്ല, നൾ സെറ്റ് തന്നെയാണ് കിട്ടുക, സി. ഓക്കെ അല്ലേ? ഇനി എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു. നമുക്ക് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻ ചെയ്ത് എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. രണ്ട് സെറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് സെറ്റ് എ
അല്ലെ? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിലില്ലാത്ത യൂണിവേഴ്സിലുള്ള മറ്റ് എലമെന്റ്സ്. ഈ എയിലില്ലാത്ത ഞാൻ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം കേട്ടോ. യൂണിയൻ എന്ന് പറയുന്നത് ഒന്നാക്കി എഴുതുന്നതിനാ പറയാം. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? ഇത് യൂണിയൻ ആണ്, ഇതാണ് എ കോംപ്ലിമെന്റ് അല്ലെ? ഇവിടെയുള്ള ഔട്ടർ പോർഷൻ ആണ് എ കോംപ്ലിമെന്റ്. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പൊ ഇത് ഒന്നാക്കിയിട്ട് എഴുതാന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ് അല്ലേ കിട്ടാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്റെ സൂപ്പർ സെറ്റ് ആണ്. സൂപ്പർ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ആണ് വരാം. എ മീൻസ് ഓപ്ഷൻ എ, ആൻസർ ഇ എന്ന് വരും കേട്ടോ. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു സൂപ്പർ സെറ്റ് ഉണ്ട് 4, 5, 6, 7. ഓക്കെ അല്ലേ? ഇതാണ് ഇ എന്ന് വിചാരിക്കാം. അതിന്റെ സബ്സെറ്റ് ആണ് എ. എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒഴിവാക്കിയ ബാക്കിയുള്ള എലമെന്റ്സ് 4, 7. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാക്കി എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇത് ഒന്നാക്കിയതിപ്പോ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഇതെനിക്ക് നേരെ ഇ എന്നല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ? ഇന്റെ എലമെന്റ്സ് എന്നല്ല എനിക്ക് ഇവിടെ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ഇ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9. The subset of E satisfying 5 plus x greater than 10 is. ഒരു കണ്ടീഷൻ ഈ എന്ന് പറഞ്ഞൊരു എലമെന്റ് വന്നിട്ടുണ്ട്. ഈ അതിന്റെ സബ്സെറ്റ് ഉണ്ടാക്കുന്ന സബ്സെറ്റ് ഓഫ് ഇ സാറ്റിസ്ഫൈയിങ് 5 plus x greater than 10. 5 plus x greater than 10. എക്സിന് നമുക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കാം. വാല്യൂ കൊടുക്കുന്ന സമയത്ത് എന്താവാൻ പാടില്ല? 10നേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, 10നേക്കാളും കൂടാൻ വേണ്ടി പാടില്ല. ഞാൻ എക്സിന് ഫസ്റ്റ് 1 എന്ന് കൊടുക്കുകയാണ്. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ 5 + 1 6 എന്ന് കിട്ടി. 2 കൊടുക്കുമ്പോൾ 7 കിട്ടി. 3 കൊടുത്താൽ 8 കിട്ടി. 4 കൊടുത്താൽ 9 കിട്ടി. 5 കൊടുത്താൽ 10 കിട്ടില്ല. 10 വരാൻ പാടില്ലല്ലോ. ഗ്രേറ്റർ ദാൻ എന്നല്ല പറഞ്ഞു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ എലമെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ വരാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ബി. എക്സിന് ഞാൻ ഇയിലുള്ള എലമെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സബ്സെറ്റ് ആയിട്ട്. ഇയിലുള്ള 1 എന്ന് കൊടുത്തു, 2 എന്ന് കൊടുത്തു, 3 എന്ന് കൊടുത്തു, 4 കൊടുത്തു. ഇതിലുള്ള എലമെന്റ്സ് തന്നെയല്ലേ ഉള്ളൂ കിട്ടിയിട്ടുള്ളൂ അല്ല? വേറെ എലമെന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇതിന്റെ സബ്സെറ്റ് തന്നെയല്ലേ നമുക്ക് കിട്ടി. ഇന്റെ സബ്സെറ്റ് തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് ഓപ്ഷൻ ബി അല്ലേ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ ഈ ട്രയാങ്കിൾ പോലെ കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവർ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് മാത്രമാട്ടോ ട്രയാങ്കിൾ നമുക്ക് മാത്തമാറ്റിക്കലി അതിന് വേറെ ഒരുപാട് മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അവർ ജസ്റ്റ് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ എക്സ് എന്ന് പറഞ്ഞു കൊടുക്കൂല, അല്ലെങ്കിൽ ആൽഫ, അല്ലെങ്കിൽ ബീറ്റ, അല്ലെങ്കിൽ വൈ, സെഡ്, അല്ലെങ്കിൽ എ, ബി എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂല. അതിന് പകരം അവർ കൊടുത്തിട്ടുള്ളൊരു സിമ്പിൾ മാത്രമാട്ടോ ട്രയാങ്കിൾ. എ ട്രയാങ്കിൾ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് പുതിയ കൺസെപ്റ്റോ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ട്രയാങ്കിൾ ബി ആണ്. എ ട്രയാങ്കിൾ ബി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്താണ്? എ മൈനസ് ബി, ബിയും ബി മൈനസ് എയും തമ്മിലുള്ള യൂണിയൻ ആണ് എ ട്രയാങ്കിൾ ബി എന്ന് പറയുന്നത്. അതിൽ എ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. ബി എന്ന് പറയുന്നത് 3, 5, 7 ആണ്. അങ്ങനെയാണെങ്കിൽ എ ട്രയാങ്കിൾ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, താഴെ ഹിന്ദും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് അവർ എന്തിനെ കുറിച്ച് പറയുന്നത്? മൈനസ് സബ്സ്ട്രാക്ഷൻ. രണ്ട് സെറ്റുകൾ തമ്മിൽ എങ്ങനെയാണ് എ എന്ന് പറഞ്ഞ സെറ്റും ബി എന്ന് പറഞ്ഞ സെറ്റും തമ്മിൽ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യാന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ചെയ്യാം? ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൺഫ്യൂഷൻ ആവാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഏരിയ ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. 2, 3, 4, 5, 6 ആണ്. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. 3, 4, 7, 8, 10 ആണ്. ഓക്കെ,
ഇനിയിപ്പോൾ സെയിം എലമെന്റ് ആണ് അങ്ങനെ വന്നാൽ മാത്രം മൈനസ് ചെയ്യാം, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. രണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എ മൈനസ് ബി ചെയ്യാൻ വേണ്ടി പോകണം. സെറ്റ് എ എന്ന് സെറ്റ് ബി എനിക്ക് മൈനസ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെന്റ്സ് ക്യാൻസൽ ചെയ്യാം. ബി എന്ന് പറഞ്ഞ 3 വരുന്നില്ല, ആ 3 4 ഇല്ലേ, 4 ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. ബാക്കി എന്താ വരുന്നത്? 2, 5, 6. ഇതാണ് ആൻസർ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലുള്ളതിന്ന് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? 3ഉം 4 അല്ല, കോമൺ ആയിട്ട് വരുന്നത് മൈനസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ എ മൈനസ് ബി എന്ന് പറയുന്നതും ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തല്ല? ഈക്വൽ അല്ല. ബി മൈനസ് എ എന്തായിരിക്കും അപ്പൊ ആൻസർ വരാം? ഈ ബി എന്ന് പറഞ്ഞ സെറ്റിന്ന് എന്ന് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് 3ഉം 4ഉം കോമൺ അല്ലേ? ഇതിലും 3 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്, 7 ഉണ്ട്, ഇതിൽ 8 ഉണ്ട്, ഇതിൽ അല്ല. ഇതിൽ റിമൈൻഡർ ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? 7ഉം 8. അപ്പൊ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 7,8 ആണ്. ഓക്കെ അല്ലെ? ഇതിൽ ബാക്കിയുള്ള നമ്പർ ഒന്നും നോക്കണ്ട. ദാറ്റ് മീൻസ് മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ എലമെന്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെ ബാക്കിയുള്ളത് എന്താണെന്നൊന്നും നോക്കണ്ട. ഫസ്റ്റത്തെ സെറ്റിന്ന് കോമൺ ആയിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി റിമൈൻഡർ മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഫസ്റ്റത്തെ സെറ്റിന്ന് ബാക്കിയുള്ളത് മാത്രം നോക്കിയിട്ട് ഇതിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ സെറ്റിനെ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ മാത്രം കേട്ടോ. രണ്ടാമത്തെ സെറ്റിൽ ബാക്കി എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് നോക്കി വെക്കട്ടോ. ഓക്കെ, ഇതാണ് മൈനസിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുള്ളത് എ മൈനസ് ബി യൂണിയനും എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് എയില് ബിയിലുള്ളത് ഒഴിവാക്കും. ബിയിൽ എന്തൊക്കെ വരുന്നത്? 3 ഉണ്ട്, 3 മാത്രമല്ലേ ഉള്ളൂ, വേറെ 1, 2, 4 ഇല്ലല്ലോ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരാം? 1, 2, 4. അതിൽ കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ള എലമെന്റ്സ്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത് ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ, ബിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കോമൺ ആയിട്ട് 3 എന്നല്ലേ വരുന്നുള്ളൂ, ആ 3 ഒഴിവാക്കാം. ബാക്കി 5, 7. ഓക്കെ അല്ലെ? ഇത് നമ്മൾ യൂണിയൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒന്നാക്കി എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒന്നാക്കി എഴുതുന്ന സമയത്ത് എന്താ കിട്ടാം നമുക്ക്? 1 ഉണ്ട്, 2. യൂണിയൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാക്കി ജോയിൻ ചെയ്ത് ചെയ്യാം. 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. 1, 2, 4, 5, 7. ഇത് ഓപ്ഷനിലുണ്ടോ? 1, 2, ഇതല്ല. 1, 2, 4, 5, 7. ഓപ്ഷൻ എ. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ താഴെ ഹിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എയിലുള്ള എലമെന്റ് ആയിരിക്കും, പക്ഷെ ബിയിലുള്ള എലമെന്റ് ആയിരിക്കരുത്. എയിലുള്ള എലമെന്റ് ആയിരിക്കണം, പക്ഷെ ബിയിലുള്ള എലമെന്റ് ആയിരിക്കരുത്. ബിയിലുള്ള എലമെന്റ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കണം. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് എക്സസൈസ് 7A പഠിക്കാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം സെറ്റിന്റെ പ്രൊഡക്റ്റ് പഠിക്കാനുണ്ട്, പിന്നെ റിലേഷൻ പഠിക്കാനുണ്ട്, ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 3 കൺസെപ്റ്റ് നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം നോക്കാം. അപ്പം തന്നെ നമ്മൾ കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ കൺസെപ്റ്റ് എന്ത് ചെയ്യണം? പക്ക ആവണം കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആക്കിയതിന്റെ ശേഷം മാത്രം എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്ക് കാണാം. ഇപ്പൊ ഇതുവരെ അടുത്തുള്ള എല്ലാ കൺസെപ്റ്റും ഓക്കെ ആക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞു, പിന്നെ റോസ്റ്റർ ഫോം പറഞ്ഞു, പിന്നെ സബ്സെറ്റ് പറഞ്ഞു, പിന്നെ അതിന്റെ കൂടെ തന്നെ ആയിട്ട് സൂപ്പർ സെറ്റ് പറഞ്ഞിട്ടുള്ള സബ്സെറ്റിന്റെ ഏത് സെറ്റിന്റെ ആണോ സബ്സെറ്റ് അതിന് സൂപ്പർ സെറ്റ് എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് യൂണിയൻ പഠിച്ചു, പിന്നെ ഇന്റർസെക്ഷൻ പഠിച്ചു, പിന്നെ കോംപ്ലിമെന്റ് പഠിച്ചു. ഓക്കെ അല്ലേ? ഈ കൺസെപ്റ്റുകളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം അടുത്ത് നോക്കട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ നൾ സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിവൈസ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് മാത്രം അടുത്ത ക്ലാസ് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം.